മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 5-ാമത്തെ അധ്യായം, മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 5 and verse 7. 7-ാമത്തെ വാക്യം ദയവായിട്ട് വായിക്കാം. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ട് കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിൻ്റെ പ്രാരംഭ വാക്യങ്ങൾ തുടർച്ചയായിട്ട് ചിന്തിപ്പാൻ ദൈവം നമുക്ക് സഹായിക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. We have been meditating upon the introduction to what is famously called as the Sermon on the Mount. We have seen 8 joyful attitudes that really marks a Christian. പ്രാരംഭവാക്യങ്ങളിൽ ആ ഒരു ദൈവ പൈതലിനെ, ഒരു ഡിസൈപ്പിളിനെ അടയാളപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ഒരു ദൈവ പൈതലിനെ തിരിച്ചറിയുവാൻ നമ്മെ സഹായിക്കുന്ന ആ അനുഗ്രഹീതമാകുന്ന അല്ലെങ്കിൽ ധന്യമാകുന്ന മനോഭാവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നിശ്ചയമായിട്ടും as we have already said time and time again, you cannot pick and choose which of the graces that you want to have in your life. These are not a series of options from we have to choose. No. നമുക്ക് ചൂസ് ചെയ്യുവാൻ, നമുക്ക് തിരഞ്ഞെടുക്കുവാനായിട്ട് നൽകപ്പെട്ടിരിക്കുന്ന ചില കാര്യങ്ങളല്ല ഈ വേദഭാഗത്ത് ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നിശ്ചയമായിട്ടും ഇഫ് എ പേഴ്സൺ ഈസ് ട്രൂലി പുവർ ഇൻ ദ സ്പിരിറ്റ്, ഒരു വ്യക്തി ആത്മാവിൽ ദാരിദ്ര്യമുള്ളവനാണെങ്കിൽ ആ വ്യക്തി അതിനെക്കുറിച്ച് ദുഃഖിക്കുന്നവനാകും എന്ന് കർത്താവിൻ്റെ വചനപ്രകാരം നമുക്ക് കാണുവാൻ ഇടയായി തീർന്നു. മാത്രമല്ല, അങ്ങനെ ആ ദുഃഖിക്കുന്ന ഒരു ദൈവ പൈതൽ നിശ്ചയമായിട്ടും വിനയമുള്ളവനായിരിക്കും. കാരണം he knows what he really is in the presence of God. He has no claim in God's presence. ദൈവസന്നിധാനത്തിൽ പ്രത്യേകിച്ച് തനിക്ക് തൻ്റെ അവസ്ഥകളെ ദൈവവചനപ്രകാരം മനസ്സിലാക്കുന്ന ഒരു ദൈവ പൈതൽ, number one, he will be meek in God's presence, and if he is truly meek, he will show his meekness in his daily dealing with other people. മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ ആ മീക്ക്നെസ് എവിഡൻ്റ് ആയിരിക്കും എന്ന് നമുക്ക് കാണാൻ തക്കവണ്ണം കഴിഞ്ഞു. When a person is really meek, he will truly hunger and thirst for God's righteousness. യഥാർത്ഥത്തിൽ വിനയമുള്ള, താഴ്മയുള്ള അല്ലെങ്കിൽ സൗമ്യതയുള്ള ഒരു ദൈവ പൈതൽ ദൈവസന്നിധാനത്തിൽ ദൈവത്തിൻ്റെ നീതി, വിശുദ്ധി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവനായിരിക്കും. And since he knows his need in God's presence, he will be filled with God's mercy. ആ വ്യക്തിക്ക് ദൈവസന്നിധാനത്തിൽ തന്നെ തൻ്റെ ആവശ്യങ്ങളെ താൻ മനസ്സിലാക്കുമ്പോൾ അവൻ ദൈവത്തിൻ്റെ കരുണയാൽ അവൻ നിറയപ്പെട്ടവനായിരിക്കും. And when you are filled with God's mercy, you will in turn be merciful to others. This is how the beatitude work in the life of a disciple. നാം മനസ്സിലാക്കണം, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചതാണ്. This is, if you will please imagine with me, it is like, monkey swings.
ദാറ്റ് യു ഒരു വളയത്തിൽ നമ്മൾ പിടിക്കുന്നു. വിത്ത് ദാറ്റ് ഫോഴ്സ്, ആ മൊമെൻറ്റം കീപ്പ് ചെയ്യുമ്പോൾ അടുത്ത വളയത്തിലേക്ക് മറ്റേ കൈ പിടിക്കുക, പിന്നെ അടുത്തത്, പിന്നെ അടുത്തത്. സോ ഈ കാര്യങ്ങളെല്ലാം തന്നെ, if you are truly poor in spirit, in other words, if you are a born again child of God, truly, that is the person who is truly born again. Until and unless you come to the cross like a beggar, that you do not have that which God requires of you to please Him, that you realize that nothing in my hand I bring, simply to thy cross I cling, naked I come to thee for dress. ആ നിലയിൽ കടന്നു വരുന്ന ഒരു ദൈവ പൈതൽ. In other words, if you are truly born again, നിശ്ചയമായിട്ടും വീണ്ടും ജനിച്ച, ഡോണ്ട് ബി അലാംഡ്, നമ്മുടെ ആൾക്കാർ പുറത്തുണ്ട്, അത് some kind of technical glitch, so listen. No, the devil will do his utmost to distract you, because these words are life changing. I know. So listen to me. So ദൈവ സന്നിധാനത്തിൽ ആ പോവർട്ടി അറിയുന്നയാളാണ് വീണ്ടും ജനിച്ചയാൾ. വീണ്ടും ജനിച്ചെങ്കിൽ ഈ കാര്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ അത് എക്സിബിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെയാണ് ഒരു ദൈവ പൈതലിനെ തിരിച്ചറിയുവാൻ കഴിയുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഈ കാര്യങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിഞ്ഞു. പോവർട്ടി ഓഫ് ദ സ്പിരിറ്റ് എന്താണെന്ന് നമ്മൾ കണ്ടു. അത് നിമിത്തമാണ് നമ്മൾ മോൺ ചെയ്യുന്നത്, അല്ലെ ദുഃഖിക്കുന്നത്, ബിക്കോസ് ഓഫ് അവർ പോവർട്ടി. അതുകൊണ്ടാണ് ഡേവിഡ് പറയുന്നത്, ദിസ് പുവർ മാൻ ക്രൈഡ്, the Lord heard him. Only poor and needy who really know about their need will cry out to God, Lord, I do not have what it takes to please you. So that is the person. ആ ഒരു വ്യക്തിയാണ് വീണ്ടും ജനിച്ചവൻ. അവൻ നിലവിളിക്കും, അവൻ സൗമ്യതയുള്ളവനായിരിക്കും, അവൻ നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവനാണ്. കാരണം ഹീ നോസ്, എൻ്റെ നീതിയാലൊന്നും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ എനിക്ക് കഴിയത്തില്ലെന്നും. അതുകൊണ്ടല്ലേ പോൾ പറയുന്നത്, ഏറ്റവും പെർഫെക്റ്റായിട്ട് ഉള്ള നീതി ഉണ്ടാണെന്ന് അവകാശപ്പെടാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് പോൾ ദി അപ്പോസ്റ്റൽ. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 3 എന്തെല്ലാം കാര്യങ്ങളാണ് തന്നെക്കുറിച്ച് പറയുന്നത്. നമ്മൾ ആ ഭാഗം ശ്രദ്ധിച്ചല്ലോ. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 3 ആ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ കാണുന്നു. പക്ഷേങ്കിൽ പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, നോ, എൻ്റെ നീതിയല്ല, വിശ്വസിക്കുന്നവർക്ക്, അതായത് ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും, താങ്ക് യു ഫോർ ഷോയിങ് ദാറ്റ്, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല. ന്യായപ്രമാണത്തിൽ നിന്നുള്ള സ്വന്തം നീതി എന്താ? ഞാൻ പ്രവർത്തിക്കുന്നു, ഞാൻ ചില കാര്യങ്ങൾ ചെയ്യുന്നു, അതുകൊണ്ട് ഞാൻ നീതിമാനാണ് എന്നുള്ള കാര്യമാണ് ന്യായപ്രമാണത്തിൻ്റെ നീതി. അപ്പോൾ പറയുക, അതൊന്നും ദൈവസന്നിധാനത്തിൽ വില പോവുകയല്ല. കാരണം ഹീ ന്യൂ, ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിങ്കലുള്ള വിശ്വാസം നിമിത്തം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ചു. ബിഗിൻസ് വിത്ത് ഗോഡ് പുട്ടിങ് His righteousness around me. And God the Father sees me not as John, rather, when God the Father sees me, He sees me as Jesus. Because I'm covered with the righteousness of Christ. Paul says that. എൻ്റെ നീതി അല്ല,
പോളെന്ന പരീശന്റെ നീതിയല്ല, പിന്നെ വിശ്വസിക്കുന്നവർക്ക് വിശ്വാസം മൂലം ദൈവം നൽകുന്ന നീതി എനിക്ക് കിട്ടുകയാണ്. പക്ഷെങ്കിൽ അതേ അധ്യായത്തിൽ പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഐ ഹാവ് അറൈവ്ഡ്. അതിൻ്റെ അർത്ഥം ഞാൻ പൂർണ്ണനായെന്നല്ല, പിന്നെയോ ഞാൻ നേടാൻ ഞാൻ തികഞ്ഞവൻ എന്നല്ല. ക്രിസ്തുവേശുവിനാൽ പിടിക്കപ്പെട്ടതുകൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ പിന്തുടരുകയാണ്. ദിസ് ഈസ് ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ്. മനസ്സിലാകുന്നുണ്ടല്ലോ? ഇതിൻ്റെ പേരാണ് ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ്. സിൻസ് ഐ ഡു നോട്ട് ഹാവ്, ഐ നോ ഫോർ ഷുവർ that I hunger. അങ്ങനെ അതിനുവേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർക്ക് തൃപ്തി വരും. ഓക്കെ, 7-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരികയാണ്. ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുന്നത്, ഒന്ന്, ദിസ് ഈസ് നോട്ട് ഫെമിലിയർ ടെറിട്ടറി മെനി ടൈംസ്. പല സന്ദർഭങ്ങളിലും ഇത് നമുക്ക് അത്ര ഫെമിലിയർ അല്ല. I don't know. We don't often hear from the Sermon on the Mount. അതുകൊണ്ടാണ് ഞാൻ ആ കാര്യത്തെക്കുറിച്ച് അല്പം വീണ്ടും വീണ്ടും വിശദമാക്കുന്നത്. എനിക്കറിയാം ഇവിടെയുള്ള ദൈവമക്കളാകുന്ന നിങ്ങൾക്ക് ആ വേദഭാഗത്തിൻ്റെ ആ മുൻപോട്ടുള്ളതാകുന്ന ആ മൊമെൻറ്റം ഏത് നിലയിലാണ് എന്നുള്ളത് അത് ഗ്രഹിപ്പാനായിട്ട് കഴിഞ്ഞു എന്ന് ഞാൻ കരുതുകയാണ്. എങ്കിലും ഒരു പക്ഷേ ഇത് വളരെ പ്രാധാന്യമുള്ള വിഷയമായതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ആ 7-ാമത്തെ വാക്യത്തിലേക്കാണ് കടന്നു വരുന്നത്. ഇവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യം, കരുണ ഉള്ളവർ ഭാഗ്യവാന്മാർ, ബ്ലെസ്സഡ്. ആ ഭാഗ്യാവസ്ഥയെക്കുറിച്ചൊക്കെയുള്ള കാര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതിന് തത്തുല്യമാകുന്ന ഒരു വാക്യം, ഇതിന് സമാന്തരമാകുന്ന ഒരു വാക്യം സങ്കീർത്തനങ്ങളിലുണ്ട്. സാം നമ്പർ 18 and verse 25. ദയവായിട്ട് ഒന്ന് വായിക്കാം. ദയാലുവോട് നീ ദയാലുവാകുന്നു, നിഷ്കളങ്കനോട് നീ നിഷ്കളങ്കൻ. മതിയാവും. ദയാലുവോട് നീ ദയാലുവാകുന്നു. With the merciful thou will shew thyself merciful. ഇതേ കാര്യമാണ് കർത്താവ് പറയുന്നത്. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. നമ്മൾ ആ കാര്യം അല്ലെങ്കിൽ ആ വേദഭാഗം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുവാൻ സാധ്യതയുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്. അത് പ്രാരംഭമായിട്ട് ഒന്ന് പരിഹരിച്ച് മുൻപോട്ട് പോകുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഓക്കെ, ഇവിടെ കർത്താവ് പറയുന്ന ആശയം നമ്മൾ ശ്രദ്ധിച്ചാൽ, what does Jesus really mean when he says, blessed are the merciful, they shall receive mercy? What does he mean? He exactly mean that. He does exactly mean what it says. അല്ലേ? കരുണ ഉള്ളവർ ഭാഗ്യവാന്മാർ, അവർക്കേ കരുണ ലഭിക്കത്തുള്ളൂ. Now, so the first thought that comes to my mind is this: do I earn my salvation then? Because the Bible says, and Jesus means it, and he means every word he speaks. He doesn't say something, just for the sake of saying. No, he doesn't say that. When he says something, he means it.
യേശു പറയുന്നു, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. അപ്പോൾ നമ്മുടെ മനസ്സിൽ കടന്നു വരുവാൻ സാധ്യതയുള്ള ഒരു ചിന്തയെന്നുള്ളത്, ഞാൻ കരുണയുള്ളവനായി തീർന്നിട്ട് ദൈവത്തിൻ്റെ കരുണ ലഭിക്കുവാൻ ഞാൻ പ്രാപ്തനാകുകയാണോ? ഇഫ് ദാറ്റ് ഈസ് ദ കേസ്, then this is work salvation. അതായത് ഞാൻ പ്രവർത്തിക്കുന്ന കരുണയുടെ അടിസ്ഥാനത്തിൽ ദൈവം എന്നോട് കരുണ കാണിക്കുമെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ പ്രവൃത്തിയാലുള്ള രക്ഷയാണ് വിശ്വസിക്കുന്നതെന്ന്. എന്നാൽ എന്താണ് കർത്താവ് ഇവിടെ അർത്ഥമാക്കുന്നത്? അത് വിശദീകരിക്കുന്നതിന് മുൻപേ ലെറ്റ് മീ ടെൽ യു ദിസ്. ഓൺലി, let me underline that word, only. Only the recipients of God's mercy in salvation will receive mercy. നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ കരുണയ്ക്ക് നമ്മൾ ആ കരുണ ലഭിച്ചു എങ്കിൽ മാത്രമേ നമ്മൾ കരുണയുള്ളവരാകൂ. മാത്രമല്ല, എങ്കിൽ മാത്രമേ ഭാവിയിൽ നമുക്ക് കരുണ കിട്ടത്തുള്ളൂ. അപ്പോൾ യേശു കർത്താവ് ഇവിടെ എന്താണ് അർത്ഥമാക്കുന്നത്? പ്രവൃത്തിയാലുള്ള രക്ഷയാണോ? അല്ല. എന്തുകൊണ്ടാണ്? നമുക്ക് സാധാരണ ഉപയോഗിക്കുന്ന 3 പദങ്ങൾ ഞാൻ പെട്ടെന്നൊന്ന് പറയാം. ഒന്ന്, ഗ്രേസ്, കൃപ. ഗ്രേസ് എന്ന് പറഞ്ഞാൽ God gives me something that I absolutely do not deserve. കൃപയെന്ന് പറഞ്ഞാൽ ഞാൻ അർഹിക്കാത്ത ഒന്ന് എനിക്ക് ദൈവം തരുന്നതാ കൃപ. പൊതുവെ ഇങ്ങനെ പറയാറുണ്ട്, ഗ്രേസ് എന്ന വാക്ക് God's riches at Christ's mercy. Expense, sorry, thank you for the correction. Thank you. God's riches at Christ's expense. That is grace. എനിക്ക് ഞാൻ അർഹിക്കാത്ത ഒന്ന് ക്രിസ്തു നിമിത്തം ദൈവം എനിക്ക് ഫ്രീലി തരുന്നതാണ് ഗ്രേസ്. Now, think about justice. പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, അത് ദൈവത്തിൻ്റെ നീതിയാണ്. എന്ത്? പലരും പറയാറുണ്ട്, ഞങ്ങൾ വളരെ പൂറായിരുന്നു. ക്ഷമിക്കണേ, ഐ എം ഗോയിങ് ടു റഫിൾ സം ഫെദേഴ്സ് ഹിയർ. ബിക്കോസ് ഇതൊക്കെ നമ്മുടെ ഇടയിൽ അങ്ങ് ഉറച്ചിരിക്കുക. അതുകൊണ്ട് ഇതൊക്കെ വേദപുസ്തകത്തിൻ്റെ ഭാഗമാണെന്നാണ് ചിലരൊക്കെ ചിന്തിക്കുന്നത്. അല്ലേ, എൻ്റെ വല്യപ്പച്ചൻ കർത്താവിനെ സേവിച്ചതുകൊണ്ട് ദൈവത്തിൻ്റെ നീതി എന്ന് പറഞ്ഞാൽ as though he earned God's righteousness. And ഇന്ന് ഞാൻ അനുഭവിക്കുന്നതെല്ലാം ദൈവത്തിന് എൻ്റെ കുടുംബത്തോടുള്ള നീതിയാണ്. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, അബദ്ധത്തിൽ പോലും അത് പറഞ്ഞു പോകരുത്. കാര്യം എന്നാണെന്നറിയാമോ?
അയ്യോ, if God were to deal with me according to his justice, none of us will be alive. അതാ എൻ്റെ കാര്യം. ദൈവം തൻ്റെ നീതിയിൽ നമ്മോട് ഇടപെട്ടിരുന്നെങ്കിൽ ആരും ജീവനോടെ കാണുകയില്ല. കാരണം ദൈവത്തിൻ്റെ നീതിയുടെ പ്രദർശനം കാണണോ? ലുക്ക് ടു ദ ക്രോസ്. റോമാലേഖനത്തിലെ ആ വാക്യം മറന്നത്, റോമാലേഖനം 3-ാം അധ്യായം, താൻ യേശു ക്രിസ്തുവിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കർത്താവിൽ വിശ്വസിച്ചത് വരെയേ ഉള്ളൂ. വിശ്വസിക്കുന്നവർക്ക് അവൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകേണ്ടതിന് ദൈവം അവനെ പരസ്യമായി നിർത്തി. അടുത്ത വാക്യം, why God did that. എന്തുകൊണ്ടാണ് ദൈവം അത് ചെയ്തത്? അതിന്റെ പ്രീവിയസ് വേഴ്സ് കാണിച്ചേ. ദൈവം തൻ്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ. വല്ല മനസ്സിലായോ? ദൈവം തൻ്റെ പൊറുമയിൽ, ഇൻ ഹിസ് ലോങ് സഫറിങ്, ആ ലോങ് സഫറിങ്ങിൽ ദൈവം ഒരു കാര്യം ചെയ്തു. എന്താ ചെയ്തത്? മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിച്ചില്ല. യു വിത്ത് മീ? ദൈവം മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിച്ചില്ല. Now, if God leave me unpunished for my sins, then I will say God is not just. You get me? ദൈവം എൻ്റെ പാപങ്ങൾക്ക് ശിക്ഷ തന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം നീതിമാനല്ലെന്നാ. മനസ്സിലാവുന്നുണ്ടോ? ഇഫ് ദൈവം പാപത്തിന് ശിക്ഷ തന്നില്ലെങ്കിൽ ദൈവം ആരല്ല? ദൈവം നീതിമാനല്ല. അപ്പൊ ദൈവം എന്ത് ചെയ്തു? പാപത്തിന് ശിക്ഷ തന്നാൽ പിന്നെ നമ്മൾ തീർന്നു. മനസ്സിലാവുന്നുണ്ടോ? പാപത്തിൻ്റെ ശമ്പളം എന്താ? മരണം. മരണമെന്ന് പറഞ്ഞാൽ എന്താ? ഫിസിക്കൽ ഡെത്ത് മാത്രമല്ല, നിത്യമായി ദൈവത്തിൽ നിന്ന് വേർപെട്ടു പോകുന്ന അവസ്ഥയ്ക്കാണ് മരണം. യു ആർ ലോസ്റ്റ് ഫോർ എവർ. ആൻഡ് യു ആർ ലോസ്റ്റ് ഫോർ എവർ നോയിങ് ഫുള്ളി വെൽ, oh, I am lost forever and there is no recovery. Knowing that all eternity is hell in itself, that there is no way of escape. അല്ലേ? ഇതിൽ നിന്ന് രക്ഷയില്ല. എനിക്കിനി വീണ്ടെടുപ്പില്ല. ഞാൻ തീർന്നു. പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നെങ്കിലേ നമ്മൾ സുവിശേഷ വേല അതിൻ്റെ ഗൗരവത്തോടെ ചെയ്യത്തുള്ളൂ. That a person who dies in his sin is lost forever. Lost forever.
So if God were to do his justice, ദൈവം തൻ്റെ നീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ നോക്കിക്കേ, എന്നാൽ ദൈവത്തിന് നമ്മോട് കരുണ തോന്നിയപ്പം, ദൈവത്തിന് നമ്മോട് ദയ തോന്നിയപ്പം, മുൻകഴിഞ്ഞ പാപങ്ങളെ ഗോഡ് ഇൻ ഹിസ് ലോങ് സഫറിങ്, അല്ലേ, മുൻകഴിഞ്ഞതാകുന്ന ത്രൂ ദ ഫോർബെയറൻസ് ഓഫ് ഗോഡ്, ബിക്കോസ് ഗോഡ് വാസ് റിച്ച് ഇൻ ഹിസ് മേഴ്സി, ത്രൂ ദ ഫോർബെയറൻസ് ഓഫ് ഗോഡ്, ആ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം God has to show forth his justice. At the same time, he loves me so much and he wants to save me. If he saved me, then God is not just. And therefore, God, because of his great love, wants to save me. And at the same time, he wants to remain just. What did he do? അടുത്ത വാക്യം, റോമാലേഖനം 3-ാം നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ, ശ്രദ്ധിച്ചേ, താൻ നീതിമാനും. അപ്പോൾ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നവനുമാകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ തന്നെ അങ്ങനെ ചെയ്തു. എന്ത് ചെയ്തു? പുത്രനെ ക്രൂശിൽ തകർത്തുന്ന. മനസ്സിലാവുന്നുണ്ടോ? പുത്രനെ ക്രൂശിൽ തകർത്തതാണ് ജസ്റ്റിസ്, നീതി. എന്തിനാ നീതി ചെയ്തത്? ദൈവം നീതിമാനായിരിക്കണം എന്നെ രക്ഷിക്കണമെങ്കിൽ. പാപത്തെ ശിക്ഷിക്കാതെ വിട്ടാൽ ദൈവം നീതിമാനല്ല. എന്നാൽ ദൈവത്തിന് നീതിയെ കോംപ്രമൈസ് ചെയ്യാൻ അത് സാധ്യമല്ലാത്തത് കൊണ്ട് സ്നേഹവും നീതിയും ദയയും വിശ്വസ്തതയും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ക്രൂശിൽ ദയയും നീതിയും സമ്മേളിച്ചപ്പോൾ പുത്രനെ കാൽവറിയിൽ ദൈവനീതിയെ പ്രദർശിപ്പിക്കാൻ തകർത്തത് കൊണ്ടാണ് ദൈവത്തിന് എന്നെയും നിങ്ങളെയും നീതീകരിപ്പാൻ കഴിഞ്ഞത്. അതുകൊണ്ട്, അല്ലെങ്കിൽ സാധ്യമല്ല. കാരണം എന്നാണെന്നറിയാമോ? പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. അതിനൊരു കോംപ്രമൈസും ഇല്ല. പാപത്തിന് ദൈവം ശിക്ഷിച്ചേ തീരൂ. ദൈവം എന്ത് ചെയ്തു? When Christ was hanging on the cross, Lord in his mercy put me in Christ. അതല്ലേ കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർ 5-ാം അധ്യായം 14-15 വായിക്കുന്നത്. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും. ജീവിക്കുന്നവർ ഇനി ആർക്കു വേണ്ടിയല്ല ജീവിക്കുന്നത്, തങ്ങൾക്കായിട്ടല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് സുവിശേഷം. ദിസ് ഈസ് ഗോസ്പൽ. അപ്പോൾ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ getting what you do deserve. If grace is you get what you don't deserve, justice is getting what you do deserve. നമുക്ക് ന്യായമായിട്ടും അർഹതപ്പെട്ടത് കിട്ടുന്നതിൻ്റെ പേരാണ് നീതി. അതുകൊണ്ട് ഇനിയേലും ആരും പറയല്ലേ, അയ്യോ എൻ്റെ കുടുംബത്തോടുള്ള ദൈവനീതി. നോ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നീതിയിൽ ദൈവം ഇടപെട്ടിരുന്നെങ്കിൽ എന്തായിരുന്നേനെ സ്ഥിതി.
കർത്താവേ, നിൻ്റെ നീതിയിൽ എന്നോട് ഇടപെടാതിരുന്നത് കൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. എനിക്കതാ പറയാനുള്ളത്. കാരണം നീതിയിൽ ഇടപെട്ടായിരുന്നേ ഞാനിവിടെ ജീവനോടെ കാണുകയല്ലെന്ന് എനിക്ക് 100% അറിയാം. ഗോഡ് പിന്നെ എങ്ങനെയാണ് എന്നോട് ഇടപെട്ടെ? God dealt with me in mercy. In mercy. Ephesians chapter 2 and verse 4. എഫേസ്യർ 2:4. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം. ശ്രദ്ധിക്കണം, ഇംഗ്ലീഷിൽ ഒരു എന്താ പറയുന്ന ഒരു ബട്ട് ഗോഡ്, മലയാളത്തിൽ കരുണാസമ്പന്ന ദൈവമോ. അതുവരെ പറഞ്ഞു വന്നത് വാട്ട് വി ആർ ബൈ നേച്ചർ. ബൈ നേച്ചർ നമ്മൾ ആരാണ് എന്നുള്ള കാര്യമാണ് അതുവരെ പറഞ്ഞതെങ്കിൽ 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ എഫേസ്യ ലേഖനത്തിൽ പോൾ പറയുന്ന കാര്യം വാട്ട് we become by grace. ഓക്കെ, നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ ട്രൂ സെൽഫിൽ, ആദാമിൽ നമ്മൾ ആരാണെന്ന് മുകളിലത്തെ 3 വാക്യങ്ങൾ പറഞ്ഞു. എന്താണെന്ന് അറിയാമോ? 1, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അതിക്രമം, പാപം, ഈ 2 വാക്കുകൾ നെഗറ്റീവും എന്താ പറയുന്നേ, അതിക്രമം എന്ന് പറഞ്ഞാൽ ട്രസ്പാസസ്. ട്രസ്പാസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ യു ക്രോസ് എ നോൺ ബൗണ്ടറി, ദാറ്റ് ഈസ് കോൾഡ് ട്രസ്പാസ്, അതിക്രമം. സോ we misstep, we trespass, അതിക്രമം. പിന്നെ പാപം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ഇതാണ്, യു മിസ് ദ മാർക്ക്. എന്താണ്? വാട്ട് മാർക്ക് ഡു ഐ മിസ്? God has a standard of righteousness. It is as high as heaven. കാരണം ദൈവത്തിൻ്റെ നീതിയുടെ ആ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് സ്വർഗത്തോളം ഉന്നതമാണ്. ഞാൻ ശുദ്ധനാകയാൽ നിങ്ങൾ വിശുദ്ധരാകും. പുതിയ നിയമത്തിലും അത് തന്നെയാണ്. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് സൽഗുണപൂർണനാകയാൽ നിങ്ങളും such a high standard of righteousness. We all miss that. So missing the mark is called sin. Stepping out of a boundary is called trespass. പോൾ പറയുക, 2 നിലയിലും നമ്മൾ മരിച്ചെന്ന്. ട്രസ്പാസേഴ്സ് ആണ്. വി ഓൾസോ മിസ്ഡ് ദ മാർക്ക്. ദൈവത്തിൻ്റെ നീതി അറ്റൈൻ ചെയ്യാൻ നമുക്ക് കഴിയില്ല. അത് കഴിയില്ലെന്ന് മാത്രമല്ല, ദൈവം വച്ചിരിക്കുന്ന ബൗണ്ടറീസ് നമ്മളെപ്പോഴും ക്രോസ് ചെയ്യുന്നു. പോൾ പറയുക, അതിക്രമങ്ങളിലും പാപങ്ങളിലും ദിസ് ഈസ് വാട്ട് വി ആർ ബൈ നേച്ചർ. നമ്മുടെ സ്വഭാവത്താൽ നമ്മൾ എന്തായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, അത് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ താഴോട്ട് ശ്രദ്ധിച്ചാൽ പല കാര്യങ്ങൾ എനിക്ക് വിശദീകരിക്കാൻ സമയമില്ല. നമ്മൾ അതിൻ്റെ ആ കോണ്ടെക്സ്റ്റിൽ ചിന്തിച്ചാൽ സത്യത്തിൽ ആ എഫേസ്യ ലേഖനം 2-ാമത്തെ അധ്യായം എന്നുള്ളത് 1-ാമത്തെ അധ്യായത്തിൻ്റെ തുടർച്ചയാണ്. സച്ച് എ ഗ്രേറ്റ് ഡിസ്കവറി അല്ലേ? യെസ്, ഐ റിയലി മീൻ ദാറ്റ്. അതിൻ്റെ കാര്യം എന്നാ? 1-ാം അധ്യായം അതിൻ്റെ 15 മുതൽ
സത്യത്തിൽ പൗലോസിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ പൗലോസ് അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, അവൻ്റെ വിളിയാലുള്ള ആശ നിങ്ങൾ അറിയണം. രണ്ടാമത്, വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം എന്താണെന്ന് നിങ്ങൾ അറിയണം. ദാറ്റ് യു ഷുഡ് നോ. നിങ്ങൾ അറിയണം. അതാ പ്രാർത്ഥന. മൂന്നാമത്, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയണം. ഓക്കെ. അപ്പോൾ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി അല്ലെ നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം എന്താ? എങ്ങനെയാ വിശദീകരിക്കുന്നത്? നമുക്ക് കാറ് തരുന്നതിലൂടെയാണോ? അതോ നമ്മുടെ പനി സുഖമാക്കിയതിലൂടെയാണോ? അല്ല, ഇവൻ ക്യാൻസർ സുഖമാക്കിയതിലൂടെയാണോ? അത് പഴയ നിയമത്തിലുണ്ടായിരുന്നല്ലോ. കുഷ്ഠരോഗികൾ സൗഖ്യമായി. എന്തെല്ലാം സംഭവിച്ചു? എന്താ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം? If you read it carefully, Paul is gathering words to tell us what really the exceeding greatness of his power to usward who believe. And what is that power? എന്താണ് ആ ശക്തിയുടെ അളവറ്റ വലിപ്പം? അപ്പോൾ താഴോട്ട് പറയുക, അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. അപ്പം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പത്തിൻ്റെ തെളിവെന്താ? There is an empty tomb there. ഉലകമഹാന്മാരഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ, നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. എല്ലാ കല്ലറകളും അടഞ്ഞു കിടക്കുമ്പോൾ there is an empty tomb. തുറന്ന ഒരു കല്ലറയുണ്ട്. അതെന്താ തെളിയിക്കുന്നത്? വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവിടുത്തെ അളവറ്റ ശക്തിയുടെ വലിപ്പം എന്തെന്നറിയണോ? യേശുവിൻ്റെ ഉയർപ്പുണ്ട്. മരിച്ച അവസ്ഥയിൽ നിന്ന് ദ്രവത്വം കാണാൻ സമ്മതിക്കാതെ തൻ്റെ പരിശുദ്ധനെ ദൈവം ഉയർപ്പിച്ചു. അപ്പൊ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അളവറ്റ ശക്തിയുടെ വലിപ്പം ചരിത്രത്തിൽ കാണണമെങ്കിൽ ഒഴിഞ്ഞ കല്ലറ തെളിവായിട്ട് അവിടെയുണ്ട്. എന്നാൽ വിശ്വസിക്കുന്ന എനിക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം എന്തെന്ന് കാണണമെങ്കിൽ I look at myself. Why? വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പത്തിൻ്റെ ഒന്നാമത്തെ തെളിവ് ക്രിസ്തുവിൻ്റെ ഉയർപ്പാണെങ്കിൽ, രണ്ടാമത്തെ തെളിവ് അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നമ്മെയും ഉയർപ്പിച്ചു. അതാ രണ്ടാമത്തെ തെളിവ്. When a sinner, by the mercy of God, by God's mighty intervention, just as it has happened on that road to Damascus,
a man who was breathing evil against the people of God. He was arrested on his way. Immediately he asked, "Who are you, Lord?" കർത്താവേ, അങ്ങാരാണ്? വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം. പോളിന്റെ വാക്കുകളിൽ തന്നെ പറഞ്ഞാൽ, ദൈവജനത്തിനെതിരെ ദുഷ്ടത നിശ്വസിച്ചുകൊണ്ട് ദമാസ്കസിലേക്ക് യാത്ര ചെയ്തപ്പോൾ ആ വഴിയിൽ വെച്ച് ദൈവത്തിന്റെ ഇന്റർവെൻഷൻ. ദൈവം ഇന്റർവ്യൂൻ ചെയ്തപ്പോൾ ചോദിക്കുന്ന ചോദ്യം, കർത്താവേ, അങ്ങാരാണ്? മറുപടി, നീ ഉപദ്രവിക്കുന്ന നസ്രയനാകുന്ന യേശുവാണ് ഞാൻ. അതിന്റെ ഫലമെന്താ? ആരെ ഉപദ്രവിക്കാൻ പുറപ്പെട്ടോ അവർക്കു വേണ്ടി, അവനു വേണ്ടി ഉപദ്രവം സഹിക്കാൻ മാത്രമല്ല, കൊല്ലപ്പെടാനും കൂടെ ഒരുങ്ങുന്നതാണ് വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവിടുത്തെ അളവറ്റ ശക്തി. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു. എന്നിട്ട് പോള് അവിടെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ, നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു, നിങ്ങളെയും അവൻ ഉറപ്പിച്ചു. അത് ഭയങ്കര സന്തോഷം. ലോകസ്ഥാപനം മുതൽ എന്നെയും കണ്ടല്ലോ. അയ്യോ, എന്നെയും കണ്ടല്ലോ. ലോകത്തിൽ വന്നു താൻ ജീവനെ തന്നല്ലോ. ഹല്ലേലൂയ. എന്നെയും നിങ്ങളെയും കർത്താവ് ഉയർപ്പിച്ചു. ആ ഉയർപ്പിച്ചതിൻ്റെ ബേസിസ് എന്താ? അതാ നമ്മൾ വായിച്ച 4-ാം വാക്യം. ഏത്? എഫേസ്യർ 2:4. കരുണ സമ്പന്നനായ ദൈവമോ. പോൾ എന്താണ് തൻ്റെ ആത്മീക അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ താൻ അതന്നെയാ പറയുന്നത്. എനിക്ക് കരുണ ലഭിച്ചു എന്നാണ്, അല്ലേ? 1 തിമോഥെയോസ് 1-ാം അധ്യായം 12-13. 1 Timothy chapter 1:12-13. എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെന്നെണ്ണി ശുശ്രൂഷയ്ക്കാക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. മുമ്പേ ഞാൻ ദൂഷകനും, നോക്കുക, മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു. എങ്കിലും അവിശ്വാസത്താൽ അറിയാതെ അറിയാതെ ചെയ്തതാകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. എനിക്ക് കരുണ കിട്ടി. ആർക്കാ കരുണ കിട്ടിയത്? വീണ്ടും ജനിച്ച ഒരു ദൈവപൈതലിന് കരുണ കിട്ടി. ആ ദൈവപൈതലിന്റെ പേരെന്താ? അവൻ കരുണയുള്ളവനാ. കരുണയില്ലയോ? വീണ്ടും ജനിച്ചിട്ടില്ല. Because you have been given mercy. Mercy. ഞാൻ ഇതിനു മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ. One of my favorite illustrations. I read in the writing of that wonderful prophet A.W. Tozer. It is one of my favorite illustrations ever. ആ ഇല്ലസ്ട്രേഷൻ ഇങ്ങനെയാ. ഭയങ്കര തണുത്തു വിറച്ച് മഞ്ഞു വീഴുന്ന ഒരു രാത്രിയിൽ ഒരു യഹൂദ റബി തോറ വായിച്ചു കൊണ്ടിരിക്കുക. തൻ്റെ ആ മെഴുകുതിരി വെളിച്ചത്തിൽ ആ റബി ഇങ്ങനെ ന്യായപ്രമാണം വായിക്കുകയാണ്. അദ്ദേഹം ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൻ്റെ ആ
അതിൻ്റെ മധുരിമയിൽ ഇങ്ങനെ മുഴുകിയിരിക്കുക. പെട്ടെന്ന് ഡോറിലൊരു നോക്ക്. ചെന്ന് വാതിൽ തുറന്നു. പടുവൃദ്ധനാകുന്ന ഒരു മനുഷ്യൻ, മുടിയിലും താടിയിലും ഒക്കെ മഞ്ഞ് വീണിരിക്കുക, വിറയ്ക്കുക. യഹൂദൻ്റെ ചിന്തയിൽ വഴിപോക്കനെ വീട്ടിൽ കൈക്കൊണ്ട് ശുശ്രൂഷിക്കുന്നത് അവൻ്റെ കടമയാണ്. ഓ കമ്മിൻ കമ്മിൻ പ്ലീസ് കമ്മിൻ. അകത്ത് കൊണ്ടുവന്നു, വസ്ത്രം മാറാൻ കൊടുത്തു, ആഹാരം കൊടുത്തു, ചൂടുള്ള പാനീയം കൊടുത്തു. എന്നിട്ട് അഗെയിൻ റബി തൻ്റെ പാരായണം തുടരുകയാണ്. തുടർന്നപ്പം റബി ചോദിച്ചു, നിനക്കറിയാമോ യാഹുവേ എത്ര വലിയവനാണെന്ന് നിനക്കറിയാമോ? ആ മനുഷ്യൻ പറഞ്ഞു, 100ഓളം വയസ്സുള്ള മനുഷ്യൻ പറഞ്ഞു, യാഹുവേ എത്ര വലിയവനാണെന്നൊന്നും എനിക്കറിയത്തില്ല. വൈ നോട്ട്, എന്തുകൊണ്ട്? റബി ചോദിച്ചു. ആ വൃദ്ധൻ പറഞ്ഞു, ഞാൻ ഈ യാഹുവേലും ദൈവത്തിലും ഒന്നും വിശ്വാസമുള്ള ആളല്ല. ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്ന ആളല്ല. റബ്ബി, അദ്ദേഹം കോപം കൊണ്ട് വിറച്ചു. എന്നിട്ട്, ഓക്കെ, നീ ദൈവത്തെ വിശ്വസിക്കുന്നില്ലേ? എങ്കിൽ വാതിൽ തുറന്നു പിടിച്ചേച്ച് പറഞ്ഞു, നിനക്ക് പോകാം. ആ വൃദ്ധൻ ആ മഞ്ഞിലോട്ട് അതുപോലെ തന്നെ ഇറങ്ങി നടന്നു. റബി വാതിലടച്ചേച്ച് പിന്നെയും വന്നിരുന്ന് പാരായണം തുടർന്നു. He began reading, he continued, he resumed reading Torah. വായിക്കാൻ തുടങ്ങിയപ്പം ആ സ്റ്റോറിയിൽ ഇങ്ങനെയാണ്. ദൈവം ആ റബിയോട് സംസാരിക്കാൻ തുടങ്ങി. ദൈവം ചോദിച്ചു, നീ അവനെ ഇറക്കി വിട്ടല്ലേ? ആ വ്യക്തി ഇറക്കി വിട്ടു. അതെ, ഞാൻ ഇറക്കി വിട്ടു. അതിനെന്താ? അങ്ങയിൽ വിശ്വസിക്കാത്ത നിരീശ്വരവാദിയാകുന്ന ഒരുവനെ ഞാൻ എൻ്റെ ഭവനത്തിൽ കൈക്കൊണ്ടവനെ ശുശ്രൂഷിക്കണമോ? അവിടുന്ന് എന്താണ് പറയുന്നത്? ആ സ്റ്റോറി എൻഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. സൺ, കഴിഞ്ഞ 90 വർഷങ്ങൾ ഞാൻ എൻ്റെ കരുണയിൽ അവനെ സഹിച്ചു. ഒരു രാത്രി അവനെ സഹിക്കാൻ നിനക്ക് മനസ്സില്ലാതെ പോയോ? പ്രിയപ്പെട്ടവരെ, ഇതാ ദൈവം ചെയ്തത്. He kept the door of repentance opened until I could enter in. He didn't close that door until I come in. Hallelujah. ഞാനും നിങ്ങളും കടന്നു വരുന്നത് വരെ ആ കരുണയുടെ വാതിൽ തുറന്നു വെച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ പേരാ കരുണ. അതിൻ്റെ പേരാ കരുണ. അങ്ങനെ അങ്ങോട്ട് കയറിയവരെ പറയുന്ന പേരാ കരുണയുള്ളവർ. മനസ്സിലായോ? അതുകൊണ്ടാണ് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. എപ്പോഴാണ് ഇനിയും കരുണ ലഭിക്കാൻ പോകുന്നതെന്നറിയാം? അതും പോളിൻ്റെ വാക്കുകളിൽ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ വിശദീകരിക്കുകയില്ല. തിമത്തിയോസിൻ്റെ 2-ാം ലേഖനം, 2 തിമത്തി, chapter 1 and verse 16, 17, 18. പലപ്പോഴും എന്നെ തണുപ്പിച്ചവനായ ഒനേസിഫൊരോസിന്റെ കുടുംബത്തിന് കർത്താവ് കരുണ നൽകുമാറാകട്ടെ. പലപ്പോഴും എന്നെ തണുപ്പിച്ചവനായ ഒനേസിഫൊരോസിന്റെ കുടുംബത്തിന് കർത്താവ് കരുണ നൽകുമാറാകട്ടെ. കർത്താവ് കരുണ, പോളിൻ്റെ ഒരു പ്രാർത്ഥനയാണ്, കർത്താവ് കരുണ നൽകുമാറാകട്ടെ. അടുത്തത്,
അവൻ എന്റെ ചങ്ങലയെക്കുറിച്ച് ലജ്ജിക്കാതെ ഞാൻ റോമയിലെത്തിയ ഉടനെ താല്പര്യത്തോടെ എന്നെ തിരഞ്ഞു കണ്ടെത്തുകയും ചെയ്തു. ഒനേസിഫറസിന്റെ ഒരു പ്രത്യേകത എന്നാ? പോൾ അവിടെ ജയിലിൽ കിടക്കുക. പക്ഷേ അവിടെ ചെന്ന് അവരെന്നെ കൂടെ പിടിച്ച് ജയിലിലിടുമോ എന്നൊന്നും പേടിച്ചൊന്നുമില്ല. പോളിനെ കാണുകയാണ്. എന്നിട്ട് അടുത്തത്, ആ ദിവസത്തിൽ കർത്താവിന്റെ പക്കൽ കരുണ കണ്ടെത്തുവാൻ. ആ ദിവസത്തിൽ, ഏത് ദിവസത്തിലാണെന്നറിയാം? കരുണ കിട്ടിയ ഒരുവൻ കരുണയുള്ളവനാ, അവന് കരുണ കിട്ടും. തോമസ് ഹുക്കർ എന്ന പ്യൂരിറ്റൻ സെയിൻറ്റ്, അദ്ദേഹത്തിൻ്റെ ഡെത്ത് ബെഡിൽ, രോഗക്കിടക്കയിൽ, കൊയർ മെമ്പേഴ്സിന് മുൻപോട്ട് കടന്നു വരാം. അദ്ദേഹം രോഗക്കിടക്കയിൽ മരിക്കാൻ തയ്യാറായി കിടക്കുക. അദ്ദേഹത്തിൻ്റെ ക്രിസ്തുവിൽ ഉള്ള സഹോദരി സഹോദരന്മാരെല്ലാം കിടക്കയ്ക്ക് ചുറ്റും നിന്ന് പാട്ടുകൾ പാടുന്നു, പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് ഇടയ്ക്ക് ചില പ്രബോധനങ്ങൾ പറയുന്നു. ഒരാൾ പറഞ്ഞു, cheer up my brother, you're going to receive your reward very soon. സന്തോഷിക്കുക തോമസ് ഹുക്കറെ, അങ്ങ് പ്രതിഫലം പ്രാപിക്കാനായിട്ട് പോകുകയാ, അതുകൊണ്ട് സന്തോഷിക്കുക. അദ്ദേഹം ആ ബലഹീനമായ കൈ ഒന്ന് ഉയർത്തി, മരണക്കിടക്കയിൽ കിടക്കുക. എന്നിട്ട് വളരെ ബലഹീനമാകുന്ന വാക്കുകളിൽ പറഞ്ഞു, ഇത്രയും പറഞ്ഞൊപ്പിച്ചു, നോ, ഐ എം ഗോയിങ് ടു റിസീവ് മേഴ്സി. ഐ എം ഗോയിങ് ടു റിസീവ് മേഴ്സി. ഞാൻ പ്രതിഫലം, ഞാനിവിടെ ചെയ്തു കൂട്ടിയാനെല്ലാം ഞാൻ പ്രതിഫലം നേടാൻ പോകാം. നോ 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 നോ, ഐ എം ഗോയിങ് ടു റിസീവ് മേഴ്സി. നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം ദൈവസന്നിധാനത്തിൽ നമുക്കടയ്ക്കാം. കേട്ടതാകുന്ന വചനം നമ്മുടെ ജീവിതത്തിൽ അർത്ഥവത്താകട്ടെ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സഹോദരന്മാരിൽ ഒരാൾക്ക് ചുരുക്കമായി പ്രാർത്ഥിക്കാം.